ആയിട്ട് വാട്ടർ തീം പാർക്കോട് കൂടിയുള്ള ഒരു റിസോർട്ട്. ഇവിടെ വാട്ടർ തീം പാർക്ക് മാത്രമല്ല, ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട്, ഔട്ട്ഡോർ പ്ലേ ഏരിയ ഉണ്ട്, ഫാം ഏരിയ ഉണ്ട്, ഗാർഡൻ ഏരിയ ഉണ്ട്. എല്ലാം നമ്മൾ നിൽക്കുന്ന റിസോർട്ടിന് സ്വന്തം. അപ്പോൾ ഇതെവിടെയാ സ്ഥലം നോക്കിയാലോ? റെഡി, 1 2 3 എൻ റൂട്ട് ഗോവ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും ആഗ്രഹമായിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്യാൻ. ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള അവസരങ്ങളില്ലാത്തത് കൊണ്ടാവാം. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒറ്റയ്ക്കും അല്ലാണ്ടും കുറേ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ മിണ്ടിയും പറഞ്ഞ് ഞങ്ങളിതാ ഗോവയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഗോവയിലെ അസനോരയിലുള്ള ക്ലബ് മഹീന്ദ്ര റിസോർട്ടിലാണ്. അങ്ങനെ റൂം നമ്പർ 6215 നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ എവിടെ പോയാലും ഞാൻ നോക്കുന്ന ഒന്ന് ടോയ്ലറ്റ് നീറ്റ് അല്ലേ എന്നുള്ളത്. ടോയ്ലറ്റൊക്കെ സൂപ്പറാണ്. അപ്പോൾ റൂമിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് ഗോവയിലാണ് കേട്ടോ. ഞങ്ങൾ 2 ദിവസം നോർത്ത് ഗോവയിലും 2 ദിവസം സൗത്ത് ഗോവയിലും നിൽക്കാനാണ് വിചാരിച്ചത്. ഇങ്ങോട്ട് വന്നത് ട്രെയിനിലാണ്, റിട്ടേൺ നമ്മൾ ഫ്ലൈറ്റിലാണ് പ്ലാൻ ചെയ്തത്. കുറച്ച് ഡൊമസ്റ്റിക് ലോഞ്ചസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മളുടെ റൂം ഏതായാലും സൂപ്പറാണ്. നല്ല പൂൾ വ്യൂ ഉള്ള ഒരു റൂം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൂളുകളാണ്. 5 ടൈപ്സ് ഓഫ് പൂളുകളാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ മെയിൻ പൂള്, ഏറ്റവും വലിയ പൂള്. നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇങ്ങനെ കുറേ വെള്ളം ഇങ്ങനെ ഉള്ള കുറേ ബെഡുകളുണ്ട്. അതാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് കേട്ടോ. രണ്ടാമതാണ് ഈ ഒരു വാട്ടർഫോൾ പൂള്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത്ര കളിക്കാം. ഈ ഒരു ഹൈറ്റിനാണ് വെള്ളം ഉള്ളത്. കുട്ടികളൊക്കെ ഭയങ്കര സേഫ് ആയിട്ട് വിടാം. മൂന്നാമത്തെ പൂളാണിത്, പ്ലഞ്ച് പൂള്. ഇതിലൊരു സ്ലൈഡ് ഉണ്ട്, പിന്നെ സൈക്ലിംഗ് പോലത്തെ 1-2 അക്വാട്ടിക് ആക്ടിവിറ്റീസിൻ്റെ സാധനം ഉണ്ട്. ജിം പൂളെന്നും വിളിക്കും. ഈ ഒരു പൂളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ പൂളാണ് ഈ ഒരു കിഡ്സ് പൂള്. ഇവിടെയും കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളും ഒക്കെ ഉള്ള ഒരു പൂളാണിത്. ഒരു വാട്ടർ തീം പാർക്കിൽ ഉണ്ടാകുന്ന അത്യാവശ്യം കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ട് കിഡ്സിന് വളരെ സേഫായിട്ട് കുറച്ച് ഹൈറ്റിൽ മാത്രം വെള്ളമുള്ള ഒരു പ്ലഞ്ച് പൂളാണ് കേട്ടോ ഇത്. 5ാമത്തെ പൂള് ലേസി റിവർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പൂൾ ഒരു റിവർ സെറ്റപ്പിലാക്കിയിട്ട് ഒഴുകി അങ്ങനെ പല ഒരു ഗുഹേൻ്റെ അടിയിലൂടെയും ഒക്കെ പോകുന്ന കുറേ എക്സ്പീരിയൻസുകൾ അവർ ഒരുമിച്ച് ആക്കി വെച്ചിട്ടുള്ള ഒരു ലേസി റിവർ. ജിയമോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ട്യൂബ് കുറേ പേരെൻ്റെ സ്റ്റോറീസിലുമൊക്കെ കണ്ടിട്ട് ഇത് എവിടുന്ന എങ്ങനത്തെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. ഇത് ഞങ്ങൾ വാങ്ങിച്ചത് ഡിക്കാത്ലോണിൽ നിന്നാണ്. ഇതിന് സ്വിമ്മിങ് നെക്ക് റിംഗ് യു ഷേപ്പ് ട്യൂബ് എന്നൊക്കെ പറയാം. ഇത് ആക്ച്വലി 2 ലെയറിലുള്ളൊരു ട്യൂബാണ്. വലിയൊരു സൈസിനും ഉണ്ട്. കുട്ടികൾ ഇതിട്ട് കഴിഞ്ഞാൽ അവർ മുങ്ങൂല നമുക്ക് ഷുവറാണ്. ജിയമോളെ ഞങ്ങൾ എത്ര ആഴമുള്ള വെള്ളത്തിലും അതിട്ട് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വിടും. അവൾക്ക് ഇഷ്ടമുള്ളത് കളിച്ചോളും. അവൾ മുങ്ങാൻ ശ്രമിച്ചാൽ പോലും മുങ്ങിപ്പോകില്ല. അത്രയും ധൈര്യമാണ് ഞങ്ങൾക്ക് അത് ഇട്ട് കൊടുത്താൽ. അപ്പോൾ അതിട്ടിട്ട് അവൾ പിന്നെ അവളെ പാടായിക്കോളും. അപ്പോൾ ഈ ഒരു ലേസി റിവർ ഇതിൻ്റെ തുടക്കത്തിൽ അവർ നമ്മളെ കോല് വെച്ച് ഇങ്ങനെ കുത്തി അങ്ങ് വിടലാണ്. പിന്നെ ഒഴുകി അങ്ങ് പൊക്കോളും. ഇനി പോയില്ലെങ്കിൽ അതന്നെ അങ്ങനെ അങ്ങോട്ട് പോവുക. അപ്പോൾ ഈ ഒരു ലേസി റിവറാണ് ഈ ക്ലബ് മഹീന്ദ്ര അസനോര റിസോർട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.